ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരക്കിട്ട ശ്രമങ്ങൾ. RJD നേതാവ് ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ് എന്നിവരുമായി കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രശ്നങ്ങൾക്കുടൻ പരിഹാരമുണ്ടാകുമെന്നാണ് അശോക് ഗെഹ്ലോട്ടിന്റെ പ്രതികരണം. സഖ്യത്തിലെ ഭിന്നത പ്രചാരണത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ട് പട്നയിലെത്തിയത്. ലാലുവുമായും തേജസ്വിയുമായും കൂടിക്കാഴ്ച. നിലവിൽ 12 മണ്ഡലങ്ങളിലാണ് മഹാസഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDA വിടുമെന്ന പപ്പു യാദവിന്റെ പരാമർശം അടിസ്ഥാനരഹിതമെന്ന രാഷ്ട്രീയ ലോക് മോർച്ച ഉപാധ്യക്ഷൻ അക്തർ നഹാൽ 24 പ്രതികരിച്ചു. पप्पू यादव कब क्या बोलेंगे, क्या करेंगे, कुछ समझ में नहीं आता. मिस्टर लालू यादव उसके बाद यादव के नेता बने और अब तो वो यादव के भी नेता नहीं, अब वो परिवार के नेता. വികസനവും ജനകീയ പദ്ധതിയും ഉയർത്തി NDA പ്രചരണം ശക്തമാക്കുകയാണ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ പരസ്പര മത്സരം ഒഴിവാക്കാൻ കഴിയുമോ എന്ന അവസാനഘട്ട ചർച്ചയിലാണ് മഹാസഖ്യത്തിലെ നേതാക്കൾ. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.